ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ വിൻ്റർ വണ്ടർലാൻഡ് ലണ്ടനിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ബുക്ക് ചെയ്ത സ്ലോട്ട് 2 to 3 PM ഇടയ്ക്കായിരുന്നു കേട്ടോ. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കയറാൻ പറ്റും. ഒന്നെങ്കിൽ ഓഫ് പീക്ക് ടൈമിൽ കയറണം, അല്ലെങ്കിൽ നമ്മൾ 25 pounds മേളിൽ പല റൈഡുകൾക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഫ്രീ ആയിട്ട് കിട്ടും. ഓഫ് പീക്ക് ടൈമിൽ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ് എൻട്രി. അതായത് രാവിലെ 11 മണി വരെയുള്ള ടൈമാണ് ഓഫ് പീക്ക് ടൈം. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി 4 മണി വരെയുള്ള സ്ലോട്ടിൽ 5 pound, പിന്നെ 4 മണിക്ക് ശേഷമുള്ള സ്ലോട്ട് വരുമ്പോഴേക്കും 7.5 pound ഒക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി ഫീയുടെ കാര്യങ്ങൾ. വൺസ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്കുന്നത് വരെ എത്ര ടൈം വേണമെങ്കിലും നമുക്കകത്ത് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈ ലൈവ് ഷോ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ഇവരുടെ ലൈവ് ഷോയ്ക്കൊക്കെ പോയാലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതി പാട്ട് നമുക്ക് അറിയില്ല, പക്ഷേ ഈ പാട്ടുകളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നുകൊണ്ട് നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ കറങ്ങുന്ന ബാറ് നമ്മൾ കണ്ടു കേട്ടോ. അകത്ത് മുഴുവൻ ബെവറേജ് സാധനങ്ങളാണ്. നമ്മൾ കുറേ നേരം കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ 1-2 റൈഡിൽ കയറിയത്. ബമ്പർ കാറിൽ പിന്നെ വേറെ റൈഡിലുമാണ് കയറിയത്. ബമ്പർ കാർ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ മറ്റേ റൈഡിൽ കയറിയിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും നടക്കാനും ഒന്നിനും ഒരു ആരോഗ്യം ഉണ്ടായില്ല കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചില സമയത്തൊരു സംശയം വരും, നമ്മളൊരു മിനി ഇന്ത്യയിലാണോ എത്തിപ്പെട്ടെന്ന്. ചുറ്റും നോക്കുമ്പോൾ ഇന്ത്യൻസിനെ തന്നെ കാണുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇതാണ് കേട്ടോ ഹോൾ വിൻ്റർ വണ്ടർലാൻഡിൻ്റെ മാപ്പ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു കേട്ടോ. നടക്കാൻ പോലും സ്ഥലമില്ലാണ്ട്. അപ്പോൾ UK എവിടെയെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരു രസം ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് റൈഡ്സൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച് നടക്കാമെന്ന് പറയാൻ നല്ല രസമാണല്ലോ. നമ്മൾ പോയത് ബാങ്ക് ഹോളിഡേ ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു വീക്ക് ഡേയ്സിലാണ് പോകുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ തിരക്ക് കുറവായിരിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഫുഡും ഡ്രിങ്കും റൈഡ്സും മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗെയിംസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേരുടെ വലിയ വലിയ ടോയ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഗെയിം കളിച്ച് വിൻ ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ടോയ്സ്. നമുക്ക് ടോയ്സിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗെയിംസ് ഒന്നും കളിക്കാൻ പോയില്ല കേട്ടോ.